ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫവാസ് ടി കെ. ഫവാസ് സാറ് കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇൻ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് NIT കാലിക്കറ്റ് നിന്നാണ് PhD കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ ഒരു ഒതന്റിസിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഫവാസ് സാർ നമ്മുടെ കൂടെ ഉള്ളത്. കുസാറ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾ കമന്റുകളിൽ ചോദിക്കുന്നതാണ് കുസാറ്റ് മറ്റു കോളേജ് ആയിട്ടുള്ള കമ്പാരിസൺ, പ്ലേസ്മെന്റ്സ്, കുസാറ്റിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വെൽക്കം സർ ടു ദിസ് വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും സ്പെഷ്യലായിട്ട് കുസാറ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ കുസാറ്റ് പരീക്ഷ എഴുതി, എനിക്കൊന്ന് ടോപ്പ് 10 ഉള്ള എനിക്ക് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞ ഒരു 2-3 സ്പെഷ്യൽ കോഴ്സുകൾ കുസാറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ നേവൽ ആർക്കിടെക്ചർ, സാർ ഇപ്പോൾ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് നിന്നാണ്, അതേപോലെ തന്നെ മെറൈൻ എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഈ കോഴ്സുകളുടെ കാരണം ഒരു ട്രഡീഷണൽ അല്ലാത്ത കോഴ്സുകളാണ്. കുസാറ്റ് എത്രത്തോളം എന്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ കോഴ്സസിന് ഓഫർ ചെയ്യുന്നത് ആക്ച്വലി? ഈ സ്പെഷ്യൽ ബിടെക് കോഴ്സസ്, അതായത് നമ്മളുടെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 IIT-കളിൽ IIT ഖരഗ്പൂർ, അതുപോലെ തന്നെ IIT മദ്രാസ്, അവിടെ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സിന് കീഴിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, JEE അഡ്വാൻസ്ഡ് മുഖേന പോകാൻ പറ്റുന്ന. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേവൽ ആർക്കിടെക്ചർ പഠന രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ. ഏകദേശം 1974 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 50 വർഷം ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ കോണ്ടിനെന്റ്സിലും, ഈവൻ എല്ലാ കൺട്രികളിലും ഒക്കെ തന്നെ എന്ത് ചെയ്യും, ഈ ഷിപ്പ് യാർഡ്സ്, അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷിപ്പ് ഡിസൈൻ പോലുള്ള പല മേഖലകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ജോലി ചെയ്യുന്നവരായിട്ടുള്ള ഒരു വളരെ നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് അലുമിനസ് എന്തുണ്ട് ഈ ഫീൽഡിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പ്രോഗ്രാമിനുണ്ട്. അതാണ് അതിന്റെ ഒരു സവിശേഷത. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് എന്തുള്ളത് ഈ കോഴ്സ് ഉള്ളത്. IIT-നെക്കാളും ബെറ്റർ ആണ് കുസാറ്റ് എന്ന് പല ആൾക്കാരും ചിലപ്പോൾ പറയാറുണ്ട്. അതിനുള്ളൊരു കാരണം ഒന്ന്, ഇത് ഒരു 50 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ നേവൽ ആർക്കിടെക്ചർ ഡൊമൈനിൽ നിന്ന് തന്നെ, കോർ ഡൊമൈനിൽ നിന്ന് തന്നെ ഉള്ള ഫാക്കൽറ്റികളും, അതുപോലെ തന്നെ കോർ ഡൊമൈനിലുള്ള പ്ലേസ്മെന്റ്സും 100% പ്ലേസ്മെന്റ് ആണ് കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ളത്. പക്ഷേ ഈ 100% കോർ ഫീൽഡിലേക്കാണ്. അത് ആരും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ജനറൽ നമ്മളുടെ മറ്റു ഫീൽഡുകളിലേക്ക് ഇപ്പം പുതിയൊരു അതിന്റെ പോസിറ്റീവ്സ് ഉണ്ട്. കാരണം ഒരു 50% കോർ പഠിക്കുകയും പിന്നെ 50% മറ്റു കോഴ്സ് പഠിക്കുകയും മറ്റു ഫീൽഡിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനം പുതുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലയിടത്തും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ IIT-കൾ തന്നെ കുറെ എലക്ടീവ്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോറിൽ നിന്നും അതുകൊണ്ടാണ് ഇതിന് 100% കോർ ഇവിടെ പഠിക്കുകയും 100% കോർ കമ്പനികളിലേക്ക് പോവുകയും ചെയ്യുന്ന എന്നുള്ള സ്പെഷ്യാലിറ്റി കാരണമായിരിക്കണം എന്ത് ചെയ്യുന്ന അങ്ങനെ കുസാറ്റ് മറ്റ് IIT-നെക്കാട്ടിലും ഈ ഒരു കോഴ്സിൽ പ്രത്യേകമായിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിലാണ്. ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്, 100% പ്ലേസ്മെന്റ്സ് ഉണ്ട്. അവിടെയും മെയിൻ ആയിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസ്, അതുപോലെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്, മൈനിങ് ഇൻഡസ്ട്രീസ്, ഇത്തരം ഫീൽഡുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ HOD-യുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ 7 സ്റ്റുഡൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്ലേസ്മെന്റ് ആയി. നോർമലി ഗേറ്റ് മുഖേനൊക്കെ ആണ് പൊതുവെ IOCL-ലൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റ്. അപ്പൊ അത്തരത്തിലുള്ള കമ്പനികളിലും എന്ത് ചെയ്യുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പോകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ആണ് ഒരു ബിടെക്കിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സ്. പിന്നെ ഒന്നുള്ള മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്കൊരു കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷിപ്പിൻ ക്യാമ്പസ് ഉണ്ട്. അവിടെ ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 5th എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതിലും 100% പ്ലേസ്മെന്റ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തുള്ളത് ഈ മറൈൻ എഞ്ചിനീയറിംഗിലുള്ളത്. മറൈൻ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് മറ്റു കോഴ്സുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. നേവൽ ആർക്കിടെക്ചർ പഠിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് ഉണ്ടാവുക, കാരണം ഗവൺമെന്റ് ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, കുസാറ്റിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. അതേപോലെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന മറ്റൊരു ചോദ്യമാണ് മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ. അപ്പോൾ അതിന്റെ കുസാറ്റിലെ സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫീൽഡിലോട്ട് പോകണം, ഒരു CS എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, അത്തരം ഡിപ്പാർട്ട്മെന്റ്സ് എത്രത്തോളം സ്ട്രോങ് ആണ് കുസാറ്റിലുള്ളത്? കുസാറ്റിന്റെ ഇപ്പോൾ മെയിൻ ക്യാമ്പസ്, കുസാറ്റിന് പ്രധാനമായിട്ട് 2 ക്യാമ്പസുകളാണ്. ഒന്ന് മെയിൻ ക്യാമ്പസ്, കളമശ്ശേരി ക്യാമ്പസ് അല്ലെങ്കിൽ തൃക്കാക്കര ക്യാമ്പസ് എന്ന് പറയും. ഈ മെയിൻ ക്യാമ്പസിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഈ കൺവെൻഷണൽ ബ്രാഞ്ചസ് എല്ലാം ഉണ്ട്. അതായത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗും ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ കീഴിലാണ് വരുന്നത്. ഇങ്ങനെ 7 ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലുണ്ട്. ഈ 7 ബ്രാഞ്ചസും എന്താണ്,
NBA അക്രഡിറ്റഡ് ആണ്. അപ്പം നമ്മളിപ്പം പൊതുവെ ഒരു കോഴ്സ് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് നോക്കണമല്ലോ. അപ്പൊ NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. അപ്പൊ ഈ 7 ബ്രാഞ്ചസും എന്താണ് NBA അക്രഡിറ്റേഷൻ ഉള്ള പ്രോഗ്രാംസ് ആണ്. അതുപോലെ തന്നെ താരതമ്യേന കുഴപ്പമില്ലാത്ത പ്ലേസ്മെന്റ്സും എന്തുണ്ട്. നമുക്ക് മറ്റു എല്ലാ ബ്രാഞ്ചുകളിലേക്കും പോകുമ്പോൾ ഓരോ ബ്രാഞ്ച് വൈസ് എന്തുണ്ടായിരിക്കും, ചെറിയ പൊതുവെയുള്ള മൊത്തത്തിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ട്രെൻഡിനനുസരിച്ച് ബ്രാഞ്ച് വൈസ് പ്ലേസ്മെന്റ്സിലേക്ക് എന്തുണ്ടായിരിക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് IT ഫീൽഡിൽ എന്തായിരിക്കും കുറച്ചുകൂടി ഹ്യൂജ് പ്ലേസ്മെന്റ്സ് ആയിരിക്കും, മറ്റുള്ളതിൽ അല്പം കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഇപ്പം മെക്കാനിക്കലിൽ ഒരു പ്രൊഫസറോട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ 35 പേര് മെക്കാനിക്കലിൽ നിന്ന് കോർ കമ്പനികളിലേക്ക് തന്നെ എന്ത് ചെയ്തു പ്ലേസ്മെന്റ് ചെയ്യാൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിലുള്ള ചില പോസിറ്റീവ്സും എന്തുണ്ട് അതിലുണ്ട്. അതാണ് ഒരു മെയിൻ ക്യാമ്പസിലുള്ള കോഴ്സസിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ ഒരു ക്യാമ്പസ് ഉള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് ക്യാമ്പസ് ആണുള്ളത്. അപ്പൊ കുട്ടനാട് ക്യാമ്പസിൽ പൊതുവെ ക്യാമ്പസ് ഇല്ല, 3 ക്യാമ്പസ് ഉണ്ട്. പക്ഷേ ബിടെക് ഉള്ളത് 2 ക്യാമ്പസിലാണ്. ബിടെക് ഉള്ളത് ഒന്ന് കളമശ്ശേരി അത്രക്കാക്കര മെയിൻ ക്യാമ്പസിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ, അതുപോലെ തന്നെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, അവിടെ പൊതുവെ സീറ്റുകൾ കുറവാണ്. ഒരു 5 ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ, ഒരു 300 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവിടെ പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, NBA അക്രഡിറ്റേഷൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു NBA അക്രഡിറ്റേഷന്റെ ആ ഒരു അക്രഡിറ്റേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള. പക്ഷെ പ്ലേസ്മെന്റ്സ് യഥാർത്ഥത്തിൽ കുസാറ്റിന്റെ പ്ലേസ്മെന്റിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്. പോസിറ്റീവ്സ് നോക്കുമ്പോൾ പ്ലേസ്മെന്റ് കുസാറ്റിന്റെ പ്ലേസ്മെന്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ അവരുടെ ഡിഗ്രിയും എന്തായിരിക്കും, കുസാറ്റ് എന്നുള്ള ആ ഒരു റെപ്യൂട്ടേഷനുള്ള ഒരു ഡിഗ്രി ആയിരിക്കും എന്ത് ചെയ്യുക അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. മറ്റു കോളേജുകളായിട്ട് കമ്പയർ ചെയ്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് ഒരു കീമിൽ മേ ബി ഒരു സ്ലൈറ്റ്ലി ലോവർ റാങ്ക്, ഒരു ടോപ്പ് റാങ്ക് അല്ലാതെ വരുന്ന ആൾക്കാർക്ക് മേ ബി ഒരു കീമിലെ ഒരു ടോപ്പ് കോളേജസ് ചൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് മേ ബി ഈ ഒരു സെക്കൻഡ് ക്യാമ്പസ് ചൂസ് ചെയ്താൽ അവർക്ക് കുസാറ്റിന്റെ ഒരു വാല്യൂ അഡീഷനും ആ ഒരു പ്ലേസ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടും, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ കുസാറ്റ് എന്നുള്ള കുസാറ്റിന്റെ ഒരു ഡിഗ്രി കിട്ടും. കാരണം എന്താ വെച്ചാൽ കുസാറ്റിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ കുസാറ്റ് ഇപ്പം വേൾഡ് QS റാങ്കിങ്ങിൽ ഇപ്പം സസ്റ്റൈനബിലിറ്റി 2024 റാങ്ക്സിൽ 921 to 940 എന്നുള്ള ഒരു പൊസിഷനിൽ ഇത് ഭയങ്കര നമ്മൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുമ്പോൾ വളരെ വലിയ റാങ്കിങ് നല്ല, എന്നാലും ഒരു റാങ്കിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കേരളത്തിലെ വന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് എന്നുണ്ട്. അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിലും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ഒരു 40 എന്നുള്ള പൊസിഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, 40 to 45 എന്നൊക്കെയുള്ള ആ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കുസാറ്റ് വരുന്നുണ്ട്. മറ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റികളൊക്കെ അധികം പുതിയ യൂണിവേഴ്സിറ്റികളും അവർക്കൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഒരു ക്യാമ്പസ് ഇല്ലാത്ത ഒരു അഫിലിയേറ്റഡ് കോളേജുകൾ എന്നുള്ള ഒരു സ്റ്റാറ്റസിലാണ് ഉള്ളത്. അത് അങ്ങനെ നോക്കുമ്പം യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് എന്താണ് പ്രധാനം. പക്ഷെ എങ്കിൽ പോലും NBA അക്രഡിറ്റേഷൻ എന്നുള്ളത് പലപ്പോഴും ഇനി എന്താണ് പല കൺട്രീസുകളിലും ജോലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിലേക്ക് NBA അക്രഡിറ്റേഷൻ വളരെ മാൻഡേറ്ററി ആണ് എന്നുള്ളത്. NBA അക്രഡിറ്റേഷൻ എന്നുള്ളത് എന്ത് ചെയ്യണം, അത് കൂടി നമ്മൾ പുറത്തോട്ട് പോകുന്ന ആളുകൾ NBA ഈവൻ എനിക്ക് തോന്നുന്നത് കുസാറ്റ് അല്ലാത്ത മറ്റേത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിലും NBA അക്രഡിറ്റേഷൻ എന്നുള്ളത് എന്താണ് അതൊരു പ്രത്യേകിച്ച് വ്യൂവേഴ്സ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി കുറെ സ്പെഷ്യൽ കോഴ്സസ് വേറെയും കുസാറ്റിലുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലാതെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള അന്ന് ഫോട്ടോണിക്സ്, അതേപോലെ തന്നെ ഇപ്പൊ പുതിയ ഒരുപാട് ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, ഡാറ്റ സയൻസ്, ഇതിനെ കുറിച്ചുള്ള ഒരു കുസാറ്റിലെ യഥാർത്ഥത്തിൽ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് പറഞ്ഞ രംഗത്ത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതിൽ തന്നെ ഇന്റർനാഷണൽ സ്കൂൾ ഫോട്ടോണിക്സ്, അതായത് യൂറോപ്പിലുള്ള വളരെ നല്ല റാങ്കിങ്ങുള്ള ഒരുപാട് സർവകലാശാലകളുമായിട്ട് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിന് കൊളാബറേഷൻ അല്ലെങ്കിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇതെല്ലാം ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ കോഴ്സിന്റെ ഇടയിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി കുട്ടികൾ അധികവും പോകുന്നത് എന്താണ്, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. അപ്പൊ അത് ഒരു വളരെ അടുത്ത് തുടങ്ങിയതല്ല, ഏകദേശം ഒരു 20 years ബാക്ക് മുതൽ തന്നെ എന്തുണ്ട് ഈ ഒരു ട്രെൻഡ് ഉണ്ടാവുകയും അവിടെ ഏൺ ചെയ്യുന്ന ക്രെഡിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചും അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിനെ കുറിച്ചൊക്കെ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അവിടെ ഒരു 10-15 വർഷം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സിലുള്ള കുട്ടികളുടെ ഒരു 20 സീറ്റ്സേ ഉള്ളൂ. അപ്പൊ അതിൽ ഒരു 15 സ്റ്റുഡൻസ്, ഏകദേശം 75% ഓഫ് ദ സ്റ്റുഡൻസ് ഈ ഹയർ സ്റ്റഡീസിന് പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു 5 സ്റ്റുഡൻസ് ഒക്കെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള ഇൻഡസ്ട്രികളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 25% ആസ് എ ആവറേജ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം റീസെന്റ് ആയി തുടങ്ങിയ ഒരു 2 വർഷം മുമ്പ് തുടങ്ങിയ കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ കീഴിൽ അവിടെ വിത്ത് സ്പെഷ്യലൈസേഷൻ AI ആൻഡ് DS, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്നുള്ള
ഒരു കോഴ്സ്, അതും 20 സീറ്റ്സ് ആണ് ഉള്ളത്. അതിപ്പം നമുക്ക് ഒരു 3rd ഇയറിലൊക്കെ ഫസ്റ്റ് ബാച്ച് എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് പക്ഷെ പൊതുവെ ഒരു ഇന്നത്തെ ഒരു AI ആൻഡ് DS ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിന്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ നല്ല പ്രൊഫസേഴ്സ് ആണ് അത് കോഴ്സിന്റെ കണ്ടന്റും മറ്റു കാര്യങ്ങളും കരിക്കുലം ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. യെസ്, ഓക്കെ. ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷെ മേ ബി ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് CET-യിലോ അല്ലെങ്കിൽ TKM അല്ലെങ്കിൽ അത്തരത്തിലുള്ള കീമിൽ ഒരു ടോപ്പ് കോളേജിൽ കിട്ടി, വേറെ ആൾക്ക് NIT-യിൽ കിട്ടി, അല്ലെങ്കിൽ ലൈക്ക് സെയിം ആൾക്ക് കുസാറ്റിലും കിട്ടി. വാട്ട് ഷുഡ് ഈ ചൂസ് ഓൺ? എന്താ ഇപ്പോൾ NIT എക്സ്പീരിയൻസ് ഉണ്ട്, കുസാറ്റ് എക്സ്പീരിയൻസ്, TKM-ന്റെ അല്ലെ മറ്റ് GC-യുടെ തൃശ്ശൂർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ സാർ എല്ലായിടത്തും പഠിച്ച ആളാണ്, അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒരു കുട്ടി ഒരു കോളേജ് ചൂസ് ചെയ്യേണ്ടത്? ഈ കോളേജ് ചൂസ് ചെയ്യുന്ന പലപ്പോഴും ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്. ജോഗ്രഫിക് കൺസിഡറേഷൻസ് നമ്മൾ ഇപ്പം പൊതുവെ പറയലുണ്ട്, അക്സസിബിലിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അക്സസിബിൾ ആണോ എന്നുള്ളത്, അതിന് അഫോർഡബിൾ ആണോ എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യുന്ന. ചിലർക്ക് അവരുടെ ജില്ലയിൽ തന്നെ വേണ്ടി വരും. ഇപ്പം കേരളത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ കേരള സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം എങ്ങനെയായിരുന്നാലും JEE അഡ്വാൻസ് മുഖേന പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് IIT പാലക്കാട് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കും. പിന്നെ JEE മെയിനിലൂടെ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, NIT കാലിക്കറ്റ് ഉണ്ട്, അതുപോലെ IIT കോട്ടയം ഉണ്ട്, അതുപോലെ തന്നെ IIST JEE അഡ്വാൻസ്. ഓക്കെ, അപ്പം ഈ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഒരു ലെവലിലാണ്. അത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ നമ്മളുടെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള ക്യാമ്പസുകളൊക്കെ പൊതുവെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ കുസാറ്റ് കാറ്റിലൂടെ ആണെങ്കിൽ കുസാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ കീമിലൂടെ ആണെങ്കിൽ ഇപ്പൊ KTUയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള CET ട്രിവാൻഡ്രം ഉണ്ട്, TKM ഉണ്ട്, അതുപോലെ GC തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു പൊതുവെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും റാങ്കിങ് ബേസ്ഡ് എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. കാരണം NIRF-ന്റെ എഞ്ചിനീയറിംഗിന്റെ മാത്രം റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, NIRF-ന്റെ CET-യിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ഈ NIRF-ന്റെ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഓവറോൾ റാങ്കിങ്ങിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. അപ്പം അതാണ് ഒരു മാനദണ്ഡം. മറ്റൊന്ന് എന്താ വെച്ചാൽ NBA അക്രഡിറ്റേഷൻ ഉണ്ടോ അതാത് പ്രോഗ്രാംസിന് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ NAC അക്രഡിറ്റേഷൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കോ, കുസാറ്റിനാണെങ്കിൽ NAC A+ അക്രഡിറ്റേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ചില പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ആ പ്ലേസ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതാത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് CET, അതുപോലെ തന്നെ TKM, GC തൃശ്ശൂർ, കുസാറ്റ് ഇതെല്ലാം ഒരു ഈക്വലി സിമിലർ ലെവലിലാണ്. ഈ പറഞ്ഞ പല വെച്ചിട്ട് അവർക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഈക്വലി ഗുഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും അതിന്റെ എന്തായിരിക്കും, ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ TKM-നെ പോലുള്ള സ്ഥാപനങ്ങൾ ഓട്ടോണമസ് പദവിയുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി എന്താണ് നല്ലതാണ്. ഓട്ടോണമസ് എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെയും ഒരു അഫിലിയേറ്റഡ് കോളേജസിന്റെയും ഇടയിലുള്ള ഒരു പൊസിഷൻ, അക്കാദമിക് ഓട്ടോണമസ്. അപ്പൊ അവർക്ക് തന്നെ എക്സാംസ് നടത്താനും കരിക്കുലം റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഓട്ടോണമസ് ഉള്ളതും യഥാർത്ഥത്തിൽ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കുസാറ്റിന്റെ ക്യാമ്പസ് എങ്ങനെയാണ്, അവിടെ സ്റ്റുഡൻസിനുള്ള ഫെസിലിറ്റീസ് ആൻഡ് NIT ഫവാസ് സാർ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ മറ്റു കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹൗ ഡു യു കമ്പയർ? യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ചെറിയൊരു കോളേജ്, അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ 5 ഡിപ്പാർട്ട്മെന്റ്സും ഒരു ചെറിയ ക്യാമ്പസുമുള്ള ഒരു കുറഞ്ഞ സ്ഥലത്തുള്ള ഒരു സംവിധാനമാണല്ലോ പൊതുവെ ഉണ്ടാവുക. അതിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ NIT ഒക്കെ വരുമ്പോൾ എല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസും ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ്, മെയിൻലി BTech ഓറിയന്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, സെൻട്രലി ഫണ്ടഡ് ആയതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ക്ലബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുസാറ്റിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നമുക്ക് എല്ലാ ഡൊമൈനിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏകദേശം 22 UG പ്രോഗ്രാംസ് ഉണ്ട്. പല ലോയിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗില്, സയൻസില് എല്ലാത്തിലുമായിട്ടുള്ള 22 UG പ്രോഗ്രാംസ്, ഒരു 49 PG പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം പിന്നെ PhD-കാര് ഉണ്ടായിരിക്കും, ഏകദേശം 1000 താഴെ റിസർച്ചേഴ്സ് തന്നെ ഉണ്ടായിരിക്കും, സ്കോളേഴ്സ് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10-40 ഡിപ്പാർട്ട്മെന്റ്സും ഉള്ള ഒരു വലിയ സർവകലാശാല എന്നുള്ള അതിന്റെ കുറെ പോസിറ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആ വിശാലതയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും ആ ഒരു നിലക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ഒരു പഠനത്തിന്റെ കാലമാണല്ലോ. അപ്പൊ അതിൽ ക്രോസ് ഡിസിപ്ലിനറി പഠനത്തിന്റെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരമുള്ള ഇന്ററാക്ഷനും കൂടുതൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് വരും ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുമ്പോൾ. ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈവൻ അധ്യാപകർക്ക് പോലും ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഇന്ററാക്ഷനും പറ്റും എന്നുള്ളതാണ്
ഒരു കാര്യം. ഓക്കെ. ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മീൻസ് നമുക്ക് പുറത്തോട്ട് യൂറോപ്പിലോട്ടോ ഇല്ലെങ്കിൽ യു എസിലോട്ടോ ഒരു പി ജിക്കോ പി എച്ച് ഡിക്കോ ഒക്കെ പോകണം എന്നുള്ള കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് കുസാറ്റ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ എഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കുസാറ്റിലെ ചില കോഴ്സസ് ഒക്കെ വളരെ സ്പെഷ്യൽ കോഴ്സസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം MSc മറൈൻ ബയോളജി, MSc മറൈൻ ജിയോ ഫിസിക്സ് ആൻഡ് ജിയോളജി, അതുപോലെ തന്നെ MSc ഹൈഡ്രോ കെമിസ്ട്രി, MSc ഓഷ്യനോഗ്രഫി, MSc മെറ്റീരിയോളജി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, MTech അറ്റ്മോസ്ഫറിക് സയൻസ്, അങ്ങനെയുള്ള ഒരുപാട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, പലയിടത്തും ഉണ്ട്. അതുപോലെ തന്നെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ MTech ഉണ്ട്. ഈ ഒരു ഇപ്പം അതുപോലെ MSc എക്കണോമെട്രിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളൊരു പുതിയ കോഴ്സ് ഉണ്ട്. ഇപ്പൊ ജിനോമിക്സ്, മറൈൻ ജിനോമിക്സ് എന്നിട്ടുള്ള ഒരു കോഴ്സ് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാസ്റ്റർ ഇൻ ബയോ എത്തിക്സ് എന്നുള്ള മാസ്റ്റേഴ്സ് ഇൻ ബയോ എത്തിക്സ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത്തരം കോഴ്സസ് ഒക്കെ നമ്മുടെ ചുറ്റും നമ്മുടെ കുസാറ്റിലൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയുന്നത്. ഇങ്ങനെയുള്ള കുറെ കോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ കോഴ്സസിന്റെ ഒക്കെ ഒരു പൊതുവെ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ്, നമ്മൾ വളരെ ടിപ്പിക്കൽ കോഴ്സസ് എന്താണ്, ഫിസിക്സ് കെമിസ്ട്രി പ്യൂർ സയൻസ് കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഡിഗ്രി അത് ഫിസിക്സ്, PG ഫിസിക്സ് അല്ലെങ്കിൽ PhD ഫിസിക്സ്, അങ്ങനെയാണെങ്കിൽ മാത്രം ഉണ്ടാവുന്ന കുറെ സർക്കാർ പിന്നെ കാര്യങ്ങളുണ്ടല്ലോ, സാങ്കേതികത്വങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ സാങ്കേതികത്വങ്ങൾ പലപ്പോഴും ചില കോഴ്സുകൾക്കൊക്കെ എന്തായിരിക്കും, ഗവൺമെന്റ് ജോലി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർ രക്ഷപ്പെടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കാലഘട്ടം മുതൽ തന്നെ ചിലർക്ക് പല കോഴ്സസിന് ഇക്വാലൻസ് ഉണ്ട്, അതായത് കോഴ്സിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും ഇവർ പലപ്പോഴും രക്ഷപ്പെടുന്നത് എന്താണ്, ഹയർ സ്റ്റഡീസിനും റിസർച്ചിനും വേണ്ടി മറ്റു യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോഴാണ് ഈ സ്പെഷ്യലൈസ്ഡ് ഡിസിപ്ലിൻസിലുള്ളവർ റിസർച്ചിനും ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടി ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയും അവിടേക്കൊക്കെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കൊളാബറേഷൻ ഈ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ എന്തുണ്ട് പിന്നെ ഉണ്ട്. അപ്പൊ അത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളായിട്ട് അഫിലിയേഷൻ. കഴിഞ്ഞ ദിവസം 18 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു സംഘം കുസാറ്റിൽ സന്ദർശിക്കുകയും ഒരു അമേരിക്കൻ കോർണർ എന്നുള്ള ഒരു വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഒരു ഓൾറെഡി ഫോറിൻ റിലേഷണൽ ഓഫീസസ് ഉണ്ട്, പക്ഷെ ഒരു സ്പെഷ്യലായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഹയർ സ്റ്റഡി ആൻഡ് റിസർച്ച് ആയിട്ട് അബ്രോഡ് ചിന്തിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം, നമ്മൾ UG എടുക്കുമ്പോൾ കുറച്ചും കൂടി ജനറിക്കായി എടുക്കുകയും PG ആകുമ്പോൾ ഇത്തരം മറൈൻ ബയോളജി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് നമുക്ക് മേ ബി സ്പെഷ്യലൈസ് ചെയ്ത് പോവാം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈവൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു മേ ബി ഒരു AI നമ്മൾ UGയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പ് മേ ബി ഒരു UG ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ബെറ്റർ. ദെൻ ഹി ക്യാൻ ഡിസൈഡ്. കാരണം AI എന്താണെന്ന് ചിലപ്പോൾ ഒരു UGക്ക് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സ് പോലത്തെ പ്രോഗ്രാം, അതായത് പ്യൂർ സയൻസ് പ്രോഗ്രാംസും കുസാറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, UG പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊരു നോർമൽ കോളേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒരു കുസാറ്റ് ചൂസ് ചെയ്യണോ അതോ വേണ്ടേ, ലൈക്ക് അത് എത്രത്തോളം അതിന് ഗുണകരമാവും? ഇപ്പൊ ഈ ഒരു വർഷം ഇന്റഗ്രേറ്റഡ് MSc 2 എണ്ണം പറഞ്ഞോളൂ, ബാക്കി 5 ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതെല്ലാം പ്യൂർ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോളജിക്കൽ സയൻസസ്. അപ്പൊ ഇതില് ഈ 5 കോഴ്സസിനുള്ള ഈ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതുവരെ എക്സിറ്റ് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് എവിടെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് 3 ഇയർ കഴിയുമ്പോൾ ഈ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ഇതിലേറെ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ പോകാനുള്ള സാധ്യത, ഒരു ഹയർ സ്റ്റഡി ആയിട്ട് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ഇൻ വേൾഡ് എന്ന് കിട്ടാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ആ 3 ഇയർ കഴിയുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ആ നിലക്ക് ഈ യൂണിവേഴ്സിറ്റി സെന്ററുകളിലുള്ള ഈ ഇന്റഗ്രേറ്റഡ് MScക്ക് ഒന്നിപ്പോ എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. 2, നമ്മുടെ അഫിലിയേറ്റഡ് കോളേജിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ട്. അതായത് ഇപ്പൊ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ അടുത്ത ദിവസം അവിടെ ഫിസിക്സിന്റെ ഓപ്പൺ ഹൗസ് ഉണ്ട്. ആ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ വില കൂടിയ ഒരുപാട് എക്യുപ്മെന്റ്സ് എന്തുണ്ട്, റിസർച്ചിനും മറ്റും പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റുഡൻസിന് ഒരു എക്സ്പോഷർ കിട്ടുകയും ആ നിലക്ക് പിന്നെ ഈ ഫാക്കൾട്ടിക്കും ഒരുവിധം ഇന്റർനാഷണൽ എക്സ്പോഷേഴ്സ് ഉള്ള ഫാക്കൾട്ടികൾ. നമ്മുടെ നോർമൽ കോളേജിൽ പഠിക്കുന്നതിന് പകരം ആക്ച്വലി ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ട് കുസാറ്റ് കാറ്റ് എക്സാം എഴുതിയിട്ട് നോക്കണം എന്ന് തന്നെയാണ് നമുക്ക്. അതെ. പൊതുവെ പിന്നെ ഇന്റഗ്രേറ്റഡ് MScക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ഫീസാണല്ലോ, ഒരു സെമസ്റ്ററിന് 10,000 രൂപ. അല്ലെങ്കിൽ മാത്രമല്ല ഈ എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ളത് ആക്ച്വലി ഭയങ്കര ഒരു പോയിന്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു 3 ഇയർ കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് ഇനഫ്. അല്ലെങ്കിൽ ഈവൻ അവന് അതിൽ ഹയർ സ്റ്റഡീസിൽ പോകണം, അതല്ലെങ്കിൽ അവന് മനസ്സിലാവണത് എന്റെ ഏരിയ അല്ല, എനിക്കൊന്ന് പിവോട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുസാറ്റിന്റെ ഒരു എക്സ്പോഷറും അവന് കിട്ടും, അവന് കൂടുതൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അവന് വേറെ കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. ആ ഒരു നിലക്കുള്ള ഒരു പോസിറ്റീവ് അതിലുണ്ട്. ഓക്കെ.
ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. എന്താ എന്തെങ്കിലും കുസാറ്റിനെ കുറിച്ച് ലാസ്റ്റ് സ്റ്റുഡൻസിനോടൊന്ന് പറയാണ്ട് എന്തുകൊണ്ട് കുസാറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത്? അല്ല, കുസാറ്റിൽ ഇപ്പൊ നമുക്ക് കുസാറ്റിലുള്ള ഒരുവിധം എല്ലാ പരീക്ഷകളും കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിലൂടെയാണ്, കാറ്റ് എന്നുള്ള എക്സാംസ് ആണ്. ഇപ്പം February 26 ആണ് അത് ലാസ്റ്റ് ഡേറ്റ് ഫോർ admissions.kusat.ac.in എന്നുള്ള അതിൽ എന്ത് ചെയ്യാം, നമുക്ക് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട കോഴ്സസ് സെലക്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ്, ബിടെക്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MSc ഒക്കെ 101 എന്നുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാം ആണ്. ഒരു 225 ക്വസ്റ്റ്യൻസ് ഇൻ 3 hours എന്നുള്ളതാണ് അവിടുത്തെ ഒരു എൻട്രൻസിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. അതാണ് ഒരു സ്റ്റൈൽ. 225 ക്വസ്റ്റ്യൻസ് ഇൻ 3 hours. എക്സ്ട്രാ സിലബസിലൊക്കെ ചോദിച്ചിരുന്നു, ലൈക്ക് സിലബസിന്റെ പുറത്തൊക്കെ കുറച്ചൊക്കെ പോയിരുന്നല്ലോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള നമ്മുടെ +2 NCERT സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ പിന്നെ അപൂർവമായ ചില കോഴ്സുകൾക്ക്, ഉദാഹരണം മറൈൻ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്യണം, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. അത് ഇന്ത്യയിൽ എല്ലായിടത്തും DG ഷിപ്പിംഗ്, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിച്ചിട്ടുള്ള ആ എൻട്രൻസ് എഴുതണം. അതുപോലെ തന്നെ ഇപ്പം M.Tech ഇൻ മറൈൻ ബയോടെക്നോളജി ഉണ്ട്. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GATB, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ബയോടെക്നോളജി എന്നുള്ള GATB എന്നുള്ള നാഷണൽ ടെസ്റ്റ് എഴുതിയിട്ട് വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ അപൂർവം ചില കോഴ്സുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MBA ഒക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ CAT, അതുപോലെ തന്നെ CMAT, അതുപോലെ തന്നെ CAMAT പോലുള്ള എക്സാംസ് ആണ് എന്തുള്ളത്. അല്ലാത്ത എല്ലാ കോഴ്സുകൾക്കും എന്താണ് പിന്നെ ഈ കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണുള്ളത് എഴുതേണ്ടത്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫവാസ്. നമുക്ക് ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നമ്മുടെ കാറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ February 26 ആണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ കുസാറ്റ് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലൈക്ക് ഒരുപാട് ഓപ്ഷൻസ്, ലൈക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഇവിടെ. നമുക്കൊരു സയൻസ് കോഴ്സ് വേണമെങ്കിൽ അത്, ടെക്നോളജി കോഴ്സ് വേണമെങ്കിൽ അത്, ഒരു കൈൻഡ് ഓഫ് ഫ്യൂഷൻ കോഴ്സ് വേണമെങ്കിൽ അത്. എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു കുസാറ്റ് ആസ് ഒരുപാട് ഇന്നോവേറ്റീവായി ചിന്തിക്കുന്ന, പണ്ട് മുതലേ ഇപ്പോൾ ഫവാസ് സാർ പറഞ്ഞ് മനസ്സിലായത് ഫോറിൻ യൂണിവേഴ്സിറ്റീസിനായിട്ട് ടൈപ്പ് ഉള്ള, ഇൻഡസ്ട്രിയുമായിട്ട് നല്ലൊരു നെക്ക് ടു നെക്ക് കൊളാബറേഷൻ ഉള്ള, അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫറും മറ്റൊക്കെ നേരത്തെ ചിന്തിച്ച എക്സിറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ പരമാവധി 12th കഴിയുന്ന ആൾക്കാരും അതേപോലെ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾ നിർബന്ധമായിട്ടും ആസ് എൻ എക്സാം നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആയിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് മുമ്പുള്ള ഓപ്ഷൻസ് നിങ്ങൾ കുറച്ചുകൂടി കൂട്ടി വെക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ആ നിലക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. അതോടൊപ്പം ആ സമയത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുടെ നമുക്ക് ഫവാസ് സാർ ഒന്നുകൂടി കൊണ്ടുവന്ന് നമുക്ക് ഒരു അഡ്മിഷൻ സമയത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് ഇൻ ദിസ് ചാനൽ ആൻഡ് എന്താ പറയുക, നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപാട് ഇൻഫർമേഷൻ നൽകിയതിന് നന്ദി. താങ്ക്സ് ലോട്ട്. ഓക്കെ, താങ്ക് യു.